ഒരു ഏകദേശം ഒരു 2 ആഴ്ചത്തോളം മുന്നേ എനിക്കൊരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു. ഈ കോളിൽ എനിക്ക് ഒരു ലേഡിയാണ് എന്നോട് സംസാരിച്ചത്. അൺനോൺ കോൾ ആയതുകൊണ്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ അതിന് ഫേസ് വാല്യൂ എടുത്തില്ല. പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര ഗ്രീവൻസും ഭയങ്കര ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യങ്ങളാണ് എന്നോട് പങ്കുവച്ചത്. എനിക്ക് പരിചയമുള്ള 3-4 പേരുടെ പേരുകൾ ഇവർ എടുത്തു പറഞ്ഞു. ഇതിൽ ഒരു പേര് ഈ പറയുന്ന വിപിൻ്റെയും കൂടിയായിരുന്നു. ഒപ്പം എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ വേറൊരു സുഹൃത്തിൻ്റെ പേരും കൂടി പറഞ്ഞിരുന്നു. ഈ 2 പേരും ഞാൻ ഇമ്മീഡിയറ്റ്ലി കോൾ ചെയ്ത് സംസാരിച്ചു. ഇങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട്. വിറ്റ് ഈസ് എ ഭയങ്കര ക്രിമിനൽ സ്പേസിലുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് എന്നോട്. ഈ കാര്യങ്ങളാണ് ഞാൻ ഈ അടുത്തായിട്ട് ഓണറബിൾ DGPക്കും ADGPക്കും വിത്ത് പ്രൂഫുകൾ ഞാൻ അയച്ചു കൊടുത്തേക്കണം. ഒരാൾ സൈലൻസ് ആയിരുന്നു ഈ കോളിൽ. രണ്ടാമത്തെ ആളെന്ന് വിപിൻ അതിനെ ഇങ്ങനെ അൺനോൺ നമ്പറിലൊക്കെ വിളിക്കുന്ന കോൾസ് നമ്മൾ എൻ്റർടൈൻ ചെയ്യരുത്. വിച്ച് ഇസ് ഫെയർ. ഞാനത് വിട്ടു കളഞ്ഞു. ഒരു 2 ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ എനിക്ക് പിന്നെയും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി. എന്നെ ഒരാൾ വിളിച്ച് ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ എന്നോട് പങ്കുവച്ചു. അത് മലയാള സിനിമയുടെ വളരെ പ്രോമിനൻ്റ് ആയ ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റ് ആയിരുന്നു. അവരെന്നോട് ഇവർക്ക് ഉണ്ടായ മോശപ്പെട്ട അനുഭവങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞ വളരെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ, ദാറ്റ് ഇസ് വിപിൻ എന്ന് പറയുന്ന എൻ്റെ സോ കോൾഡ് മാനേജർ ആയിരുന്നു എന്ന് അവകാശപ്പെടുന്ന വ്യക്തി പങ്കുവെച്ച കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ ജെനുവിൻലി ഫസ്റ്റ് ഫോൺ കോൾ ഇയാൾക്ക് തന്നെയാണ് വിളിക്കാറ്. ഞാനങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാനോ മറ്റും നിൽക്കാറില്ല. എന്നാൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ഡയറക്ടർ സുഹൃത്തിനോട് ഞാൻ ഈ കാര്യം പങ്കുവെച്ചു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഈ ഡയറക്ടർ ഈ പറയുന്ന സുഹൃത്തിനെ വിളിക്കുന്നു. ഇവർ തമ്മിൽ സംസാരം ഉണ്ടായി. അയാൾ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഡയറക്ടർ സുഹൃത്ത് തിരിച്ചു വിളിച്ചു. ഉണ്ണി നേരിട്ട് പോയി സംസാരിക്കണം, ഈ ഇഷ്യൂ ഇവിടെ തന്നെ സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ടായ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത്. ദാറ്റ് ഈസ് വിപിൻ കുമാർ എന്ന വ്യക്തി ഇയാളോട് മാപ്പ് പറഞ്ഞു. ഈസ് സോറി ഫോർ വാട്ട് ഹാസ് ഹാപ്പൻഡ് എന്ന് മാപ്പ് പറഞ്ഞതുകൊണ്ട് അത് എന്നോട് നേരിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നി. ബിക്കോസ് ഞാൻ അയാളെ ഒരിക്കലും അയാൾ അവകാശപ്പെടുന്ന പോലെ ഒരു ഡെസിഗ്നേറ്റഡ് ലെവലിൽ നിന്നേക്കാട്ട് അപ്പുറത്താണ് ഞാൻ കണ്ടത്. ഞാൻ പുള്ളിൻ്റെ ഒരു സുഹൃത്തായാണ് കണ്ടിരുന്നത്. ബിക്കോസ്